നമസ്കാരം. 10 വർഷത്തെ ഭരണം നൽകിയ വിമ്മിഷ്ടം ജനങ്ങൾക്ക് അനിഷ്ടമായി മാറിയപ്പോൾ കേരളത്തിൽ CPM ചരിത്രത്തിൽ കാണാത്ത തോൽവി ഏറ്റുവാങ്ങിയതിന്റെ കാരണം തൃപ്തികരമായി വിലയിരുത്താൻ പോലും കഴിയാത്ത നിലയിൽ നേതാക്കൾ പരുങ്ങുകയാണ്. ഭരണവിരുദ്ധ വികാരം എന്ന് കേട്ട് പഴകിയ പല്ലവി ഓരോ കോണിലും ഉയരുമ്പോൾ ടൈംസ് ഗ്രൂപ്പിലെ എക്കണോമിക് ടൈംസ് കേരളത്തിലെ ഇലക്ഷനിൽ ഇറാൻ യുദ്ധം നിഴലായി പടർന്നിരുന്നു എന്ന വിലയിരുത്തലാണ് രംഗത്തെത്തുന്നത്. ജനവിധിയിൽ തരംഗം രൂപപ്പെടുമ്പോൾ ഓരോ കാലത്തും ആരും കാണാതെ പോകുന്ന അടിയൊഴുക്കുകൾ ഇത്തവണയും ഉണ്ടായി എന്നതാണ് ഇതിലൂടെ എക്കണോമിക് ടൈംസ് പറയാൻ ഉദ്ദേശിക്കുന്നത്. UDF നേതാക്കൾ പോലും വിശ്വസിക്കാത്ത തരത്തിൽ 100 കടന്ന വിജയത്തിൽ തീർച്ചയായും അടിയൊഴുക്കുകൾ ഉണ്ടാകുമെന്ന് ഉറപ്പായിരിക്കെ കേരളത്തിൽ ആരും പറയാത്ത കാരണമാണ് എക്കണോമിക് ടൈംസ് കണ്ടെത്തുന്നത്. ഇറാൻ യുദ്ധം ചർച്ചയാകാതെ പോയത് CPM പതനത്തിന്റെ ആഴം കൂട്ടിയോ എന്നതാണ് ചോദ്യം. സാധാരണ പലപ്പോഴും അമേരിക്കൻ ചാര സംഘടന CPM ഇല്ലാതാക്കാൻ പണിയെടുക്കാറുണ്ടെന്ന് കാര്യമായും തമാശയുമായും കേട്ടുള്ള മലയാളികൾക്ക് ഇപ്പോൾ ഒരു അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ടല്ലാതെ കേരളത്തിൽ CPM ഭരണം ഇല്ലാതാക്കാൻ കാരണമായെന്ന വിശകലനമാണ് പുറത്തുവരുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നതിന് 2 നാൾ മുന്നെയാണ് പത്രം ആരും കാണാതെ പോയ അടിയൊഴുക്കിനെ പറ്റി സൂചന നൽകിയത് എന്നതും ശ്രദ്ധേയമാണ്. ഒരു സർക്കാരിനെ വീഴ്ത്താൻ പ്രാദേശികമല്ലാത്ത കാരണം പോലും ആധുനിക ലോകത്ത് ധാരാളമാണെന്ന ചിന്തയും എക്കണോമിക്സ് ടൈംസ് പങ്കുവയ്ക്കുന്നുണ്ട്. ഇറാനിൽ നടക്കുന്ന യുദ്ധത്തിന്റെ ഫലമായി ആയിരക്കണക്കിന് ഗൾഫ് മലയാളികൾക്ക് ഇതിനോടകം ജോലി നഷ്ടമായ സാഹചര്യം കേരള സമൂഹത്തിന്റെ ആശങ്കയിലേക്ക് എത്തുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെയായി. എന്നാൽ ഇത് പ്രചരണ മൂർധന്യത്തിൽ ശ്രദ്ധിക്കാൻ CPM തയ്യാറായില്ല. ഫെബ്രുവരി അവസാന ദിവസം ആരംഭിച്ച യുദ്ധത്തിന്റെ പ്രത്യാഘാതം തൊട്ടടുത്ത ആഴ്ചകളിൽ ലോകമെങ്ങും പടർന്നപ്പോൾ കേരളത്തിൽ പാചകവാതക ക്ഷാമത്തിന്റെ രൂപത്തിലാണ് അതിന്റെ രൂക്ഷത ആദ്യം പ്രകടമായത്. പാചകവാതക വിതരണം കേന്ദ്ര സർക്കാർ വിഷയമാണെങ്കിലും ഒരു യുദ്ധകാലത്ത് നാടിനെ നയിക്കാൻ തുടർഭരണം ഗുണകരമായേക്കില്ല എന്ന ചിന്തയും ആശങ്കയോടെ പോളിംഗ് ബൂത്തിലെത്തുന്ന വോട്ടർ തീർച്ചയായും ഒരു മാറ്റത്തിനായി വോട്ട് കുത്താനുള്ള സാധ്യതയുമാണ് മെയ് 2 പുറത്തുവിട്ട ലേഖനത്തിലെ ഉള്ളടക്കം. 91 ഗൾഫ് യുദ്ധം രാഷ്ട്രീയമായി നന്നായി ഉപയോഗിച്ച CPM ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തെ ആ വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെ പോയ കാര്യമാണ് പത്രം എടുത്തുകാട്ടുന്നത്. ഒരുപക്ഷെ ന്യൂനപക്ഷ വോട്ടുകളിൽ കുറച്ചെങ്കിലും പിടിച്ചെടുക്കാൻ അത്തരമൊരു തന്ത്രത്തിൽ കഴിയുമായിരുന്നു എന്ന ചിന്തയാണ് ഈ ലേഖനം പങ്കുവയ്ക്കുന്നത്. ഞങ്ങൾ സദാം ഹുസൈനൊപ്പമാണ്, നിങ്ങളോ എന്ന EMSന്റെ കൂർത്ത മുന്നിലുള്ള ചോദ്യം ന്യൂനപക്ഷങ്ങൾക്ക് വികാരമായി മാറിയപ്പോൾ മറ്റു വോട്ടർമാർക്ക് അതിൽ മാനവികതയുടെ തേൻ പുരട്ടി നൽകാനും പാർട്ടി ശ്രദ്ധിച്ചു. 91 ജില്ലാ കൗൺസിൽ ഇലക്ഷൻ ആ മുദ്രാവാക്യത്തിന്റെ ബലത്തിൽ CPM എക്കാലത്തെ മഹാവിജയങ്ങൾ ഒന്നാണ് നൽകിയത്. ആയിരക്കണക്കിന് മൈലുകൾ അകലെ നടക്കുന്ന ഒരു യുദ്ധം കേരളത്തിലെ ഓരോ വീട്ടിലെയും പ്രശ്നമാക്കി മാറ്റാനെന്ന് CPM സാധിച്ചു. സദാം തുറന്ന് പിന്തുണ നൽകുമ്പോൾ അന്ന് സദാമിന്റെ എതിരാളികളായ കുവൈറ്റിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ കാര്യം എന്താകുമെന്ന് പാർട്ടിയിൽ പലരും ചോദിച്ചെങ്കിലും തന്റെ നിലപാടാണ് ശരിയെന്നതായിരുന്നു EMSന്റെ ചിന്ത. അന്ന് EMS ആയിരുന്നു ശരിയെന്ന് തെളിയിച്ച് കേരളത്തിലെ 13 ജില്ലകളും CPM തൂത്തുവാരുന്ന വിജയമാണ് അന്ന് കണ്ടത്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന നായനാരുടെ ആർക്കും ഇഷ്ടമാകുന്ന വ്യക്തിത്വം കൂടി ആ വിജയത്തിന്റെ മുഖ്യകണ്ണിയായിരുന്നു എന്നതും ഇപ്പോൾ പാർട്ടിക്ക് സമ്മതിക്കേണ്ടി വരുന്നുണ്ട്. എന്തായാലും ഇറാൻ അമേരിക്ക യുദ്ധവും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് ടൈംസ് എഴുതുന്നത്.